ഇന്ന് വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും തയ്യാർ ചെയ്യുന്നതിനുള്ള തിരക്കിലാണ് ഞാൻ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ ചൂരയാണ്. ചൂര മുളകിട്ട് എരിക്കറിയിട്ട് വെക്കുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും, പിന്നെ ഒരു ചെറിയ തക്കാളി, 2 കുരുമുളകിൻ്റെ കറിവേപ്പിലയുടെ തണ്ടും, ഒരു 3 പച്ചമുളകും, പിന്നെ ഇവിടെ മസാല ഒരു ചെറിയ. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ മഞ്ചട്ടിലേക്ക് നമ്മൾ വെട്ടി വെച്ച ചെറിയ ഉള്ളിയും ചതച്ച ഇഞ്ചി മുളകും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിങ്ങനെ നല്ല നല്ല മിക്സായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാല ഒഴിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അതിലോട്ട് കുറച്ച് നമ്മൾ വെള്ളവും ചേർക്കുന്നുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ്. അതും കൂടി ചേർത്ത് ഇതൊന്ന് നല്ല രീതിയിൽ ഇത് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്കും ആണ് അടുത്ത പടിയായിട്ട് നമ്മളിതിൽ നെയ്യ് ചേർക്കുന്നത്. നമ്മളിതിനകത്ത് ഒത്തിരി കുടംപുളികൾ ഇടുകയാണ്. തൽക്കാലം നമ്മൾ എല്ലാ വെള്ളവും അതിനകത്തുള്ള എല്ലാ വെള്ളം ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. കുടംപുളി വെച്ച് അങ്ങനെ നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ നമ്മൾ ലേശം തീ കൂട്ടി കൊടുക്കാം. വെന്ത് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് മീൻ ആഡ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ മീൻ കറി തിളച്ച് വരുന്നുണ്ട്. സോ നമ്മൾ അതിലോട്ട് ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന ഈ ചൂരമീൻ, ഈ അടിപൊളി ചൂരമീൻ ആഡ് ചെയ്യുന്നു. ആവശ്യത്തിനുള്ള കറിയുടെ പാകത്തിന് മാത്രം മീൻ എടുത്താൽ മതി, അല്ലാതെ വാങ്ങിയ മൊത്തം മീൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊന്ന് നല്ല വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഈ തക്കാളിയും അവസാനം ആ തുണ്ട് കറിവേപ്പിലയിട്ട് കറി എടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഫൈനലി the ചൂരക്കറി, the famous മുളകിട്ട ചൂരക്കറി is ready and I tasted it. Excellent. വീട്ടിലുണ്ടാക്കുന്നതൊക്കെ അതേ രുചി, തനത് രുചിയും അതേ മണവും. സൂപ്പർ. വേറൊന്നും പറയാൻ വാക്കുകളില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കേട്ടോ കൂട്ടുകാരെ. ആയിക്കോട്ടെ, താങ്ക് യു.